ഒറ്റ പേര് മാത്രം, സുമി റാഷിഖ്. അതിലൊരു പോസ് കണ്ടിട്ട് കാമസൂത്രത്തിന്റെ ഫോട്ടോഷൂട്ടാണോ ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ പോസുകൾ പറഞ്ഞത് എന്റെ ഹസ്ബൻഡാ, കൂടെ ഉണ്ടായിരുന്നു. റാഷിഖ് ഡാൻസറാണ്. അതെ, അവനാ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കും. ഇടയ്ക്ക് വേറൊരു ഇത് കൂടെ വന്നിട്ടുണ്ട്, തട്ട വിട്ടിട്ട് പൊട്ടിട്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്യൂ ആയതാ. അത് ഭയങ്കര ഒരു ജാതി വർഗീയത ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായി. മതത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താണ് സംഭവം? എന്തായാലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മുസ്ലിം ഹിന്ദുവും തമ്മിലുള്ള ഒരു നല്ല അതിൽ തെറ്റുണ്ട്. മതം മാറ്റാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ആ ഒരു ലവ് സ്റ്റോറി, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലവ്, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അത് ഇത്രത്തോളം അവിടെ കൂടെ നിന്ന ഒരാൾ എനിക്ക് പറഞ്ഞു തന്നില്ല ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവും, ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. കോൾ വന്നിട്ട് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു. ഞാനങ്ങനെ എന്ത് തെറ്റാ ചെയ്തത്? തൊട്ട് മുന്നേ വിഷു ആയിരുന്നു, അതും അതേ ലൊക്കേഷനിൽ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് സംഭവം. അവർക്ക് ഇത് കാണുന്നവർക്കൊന്നും തോന്നുന്നില്ല, ജസ്റ്റ് കാണുമ്പോൾ നമ്മളത് പറയുമ്പോഴാണ് ചിലർക്ക് തോന്നുന്നത്. ചിലവർ പിന്നെ ഇതിന് വേണ്ടി ഇരിക്കുന്നവർ, നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഹായ്, ഹലോ, നമസ്കാരം. ബ്രേക്ക് ത്രൂവിലേക്ക് സ്വാഗതം. ബ്രേക്ക് ത്രൂ പ്രേക്ഷകർക്ക് ഞാൻ ഈ ഒരു എന്താ പറയുക, ഒരു ആക്ട്രസിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. ഒരു ഒറ്റ പേര് മാത്രം, സുമി റാഷിഖ്. സ്വാഗതം ചെയ്യാം സുമി, നമസ്കാരം. ഇപ്പൊ ഓടി നടന്ന സീരിയൽ വലിയ മൂന്ന് സീരിയൽ ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാ? ഏഷ്യാനെറ്റില് ടീച്ചറമ്മ ചെയ്യുന്നുണ്ട്, പിന്നെ സീ കേരളത്തില് വാത്സല്യം, സൂര്യയില് ഭാവന. ഇത് രണ്ടിലും അല്ലാത്ത ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു അത് ചെയ്യുന്നത് അല്ലേ? ഇത് രണ്ടിലും ഇല്ലാത്ത, ഇത് ഇന്നുവരെ ചെയ്തിട്ടില്ലാത്ത ഇല്ലയോ? രാഷ്ട്രീയക്കാരിയാണോ യഥാർത്ഥത്തിൽ? അതെ, എല്ലാത്തിലും ഒരു നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. അല്ല, ഒറിജിനൽ ലൈഫിൽ രാഷ്ട്രീയം ഉണ്ടോ? അയ്യോ ഇല്ലടാ, ഇല്ല അതുകൊണ്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ ഇതിലൊരു എല്ലാ ക്യാരക്ടറിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ലുക്ക് വൈസും അങ്ങനെയാണ്, ഭയങ്കര മേക്കപ്പും കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര നോർമൽ മേക്കപ്പാണ്. മറ്റേലൊക്കെ ഭയങ്കര ഹെവി. ഞാൻ ഇരുന്നപ്പോഴേ നീ പറഞ്ഞു കൂറ സാരിയെല്ലാം എടുത്തിട്ട് വന്നിരിക്കുകയാണ്. ഇതിലതാണല്ലോ വേണ്ടത്. ക്യാരക്ടർ ഇതിലൊരു മെമ്പറിന്റെ ക്യാരക്ടറാണ്. വാർഡ് മെമ്പർ, അതെ, വികസനങ്ങൾ നൽകുന്ന ഒരു മെമ്പർ. പക്ഷെ ഈ ഒരു ക്യാരക്ടർ സുമിയെ തേടി എത്താനുള്ള കാരണം എന്താ? അരുൺ ചേട്ടൻ. അല്ല, അരുൺ ചേട്ടൻ ഓക്കെ, എന്തുകൊണ്ടായിരിക്കും അരുൺ ചേട്ടൻ വിളിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടോ? അരുൺ ചേട്ടൻ്റെ വർക്ക് മുന്നേ ചെയ്തിട്ടുണ്ട്, മീനാക്ഷി കല്യാണം. അപ്പം ഞാൻ ചേട്ടനോട് പറയാറുണ്ട് എനിക്ക് ഏഷ്യാനെറ്റിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യണം. ബാക്കി ചാനലിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഏഷ്യാനെറ്റിൽ നല്ലൊരു ക്യാരക്ടർ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും അരുൺ ചേട്ടനോട് പറയാറുണ്ട്. അപ്പോൾ ഏട്ടൻ എന്നെ ഓർത്ത് വിളിച്ചു, അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഈ ഒരു അവസരത്തിൽ ഞാൻ താങ്ക്സ് പറയുകയാണ്. അതെ, പക്ഷേ പറയുകയാണെങ്കിൽ ടീച്ചറമ്മയെ കുറിച്ച് ഭയങ്കര അഭിപ്രായങ്ങളാണ് എല്ലാ പ്രേക്ഷകർക്കും. ഇപ്പോൾ കുറച്ച് എപ്പിസോഡ്സ് മാത്രമേ പോയിട്ടുള്ളൂ, പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ടീച്ചറമ്മ ഒരു 10-15 എപ്പിസോഡായപ്പോൾ എല്ലാവരും മനം കവർന്നു. അതിനുള്ള കാരണം എന്താ സുമി? കാരണം സീരിയലിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ളൊരു സീരിയലാണിത്. ഒരു സീരിയൽ പാറ്റേൺ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അല്ല ഒരു അമ്മായിയമ്മ പോരും, ഞാൻ തന്നെ പറയുന്നതല്ല കേട്ടോ, ചിലർ പറയുന്ന ഈ സീരിയലിൽ ഞാൻ തന്നെ ട്രോൾ ചെയ്യുന്നു. അപ്പോൾ അതൊരു അമ്മായിയമ്മ പോരും ഒരു അങ്ങനത്തെ ഒരു ടൈപ്പാണല്ലോ ഇത്. അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു മേക്കിങ്ങും ഭയങ്കര ഡിഫറെന്റ് ആണ്. അല്ല, ഞാൻ എൻ്റെ കുറച്ച് കഥകളൊക്കെ ഞാൻ കേട്ടു, പക്ഷെ അതിപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. കാര്യം ചില സിനിമകളിൽ മാത്രം കേൾക്കുന്ന പോലത്തെ നമുക്ക് എന്നാ ജീവിതത്തിൽ നടക്കുന്ന കുറെ കഥകളാണ്. സീരിയലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സിനിമ പാറ്റേൺ കൊണ്ടുവന്നു എന്ന് പറയാം. സുമി, നമ്മൾ കുറേ അധികം നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, 6 വർഷത്തെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ഇന്ന് വരെ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കാത്തൊരു ചോദ്യമാണ്. കാര്യം ഇത് എനിക്കൊന്ന് സുമി എവിടെയും പറഞ്ഞിട്ടില്ല. സുമി സ്വന്തമായിട്ട് അത് ഫേസ്ബുക്കിലൂടെ ഒക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം, നവീൻ ചേട്ടനായിട്ടുള്ള ഫോട്ടോഷൂട്ട്, അത് ഗംഭീര ഫോട്ടോഷൂട്ടായിരുന്നു. അത് പക്ഷേ നവീൻ ചേട്ടൻ പോലും അറിയാത്ത കുറെ ഗോസിപ്പുകൾ, നീ പോലും അറിയാത്ത കുറെ ഗോസിപ്പുകൾ വന്നിട്ടുണ്ട്. കണ്ണിൽ കണ്ട ഒരു 4 ഗോസിപ്പുകൾ എന്തൊക്കെയായിരുന്നു? 4-5 കമന്റ്സ് എന്തൊക്കെയായിരുന്നു? അതില് കണ്ടതോ? അതിലൊരു പോസ് കണ്ടിട്ട് കാമസൂത്രത്തിന്റെ ഫോട്ടോഷൂട്ടാണോ ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഡയറക്ടറും ചോദിച്ചു, എന്ത് പാടിയത് നീ അവന്റെ ഷോൾഡറിന്റെ പുറത്ത് നിന്റെ കാലൊക്കെ എടുത്ത് വെച്ച് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ, കാമസൂത്രത്തിന്റെ ഫോട്ടോഷൂട്ടാണോ എന്നിങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അല്ലാതെ എന്താ, പിന്നെ എല്ലാവരും നല്ലത് പറയണമെന്നില്ലല്ലോ, വേറെ ജോലിയില്ലോ അതൊക്കെ. എന്നാൽ അതിന്റെ പോസുകൾ പറഞ്ഞത് എന്റെ ഹസ്ബൻഡാ, കൂടെ ഉണ്ടായിരുന്നു. അതെ, അവനാ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരിക്കും, അങ്ങനെ പെട്ടെന്നുള്ളൊരു പ്ലാൻ. അതെ, അതിന് വേണ്ടി കോസ്റ്റ്യൂമിന് വേണ്ടി ചെയ്തതാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം ചോദിച്ചത്, അപ്പൊ ഇതിനിടയ്ക്ക് വേറൊരു ഇത് കൂടെ വന്നിട്ടുണ്ട്, തട്ട വിട്ടിട്ട് പൊട്ടിട്ടെന്ന് പറഞ്ഞിട്ട്. അയ്യോ, അതൊന്നും ഇനി എടുത്ത് വന്നില്ലേ? അതും വന്ന് ഭയങ്കര ഇഷ്യൂ ആയത്. അത് ഭയങ്കര ഒരു
ജാതി വർഗീയത ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായി. മതത്തെ വ്രണപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്താണ് സംഭവം? എന്താണ് സുമി? സംഭവം ഒന്നുമില്ല. ഞാൻ എല്ലാ സ്പെഷ്യൽ ഡേയ്സിനും ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട്. വിഷു ആയാലും ഓണം ആയാലും ക്രിസ്മസ് ആയാലും പെരുന്നാളായാലും എല്ലാം ചെയ്യാറുണ്ട്. അങ്ങനെ പെരുന്നാളിനൊരു ഷൂട്ട് ചെയ്തു. അതിൽ സൂഫിയും സുജാത എന്നുള്ള ആ ഒരു മൂവിയുടെ ഇതാണ് ഞാൻ എടുത്തത്. അപ്പം അതിൽ നിന്ന് ചെറിയൊരു ചേഞ്ച് ഞാൻ വരുത്തി. അത് വലിയൊരു ഇഷ്യൂ ആയി. കോൺസെപ്റ്റ് എന്താണ് അതിന്റെ? ഒരു ലവ് സ്റ്റോറി, സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു മുസ്ലിം ഹിന്ദുവും തമ്മിലുള്ള ഒരു തലയിൽ തട്ടം മാറ്റിയിട്ടാണ് പൊട്ട് വെച്ചത്. അല്ല, പൊട്ട് മാറ്റിയിട്ട് തലയിൽ തുണി. ആ ഒരു സംഭവം അത് ചെയ്തു. അത് ഇത്രയും വിഷയമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. തെറ്റുണ്ട്, മതം മാറ്റാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന. ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല. ആ ഒരു ലവ് സ്റ്റോറി, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലവ്, അതേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ അത് ഇത്രത്തോളം അവിടെ കൂടെ നിന്ന ഒരാൾ എനിക്ക് പറഞ്ഞു തന്നില്ല ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവും, ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ആ ലൊക്കേഷൻ വരെ ഭയങ്കര ഇഷ്യൂ ആയി. അവർക്ക് വേറെ ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റാണ്ട് കുതിരമാളികയായിരുന്നു. പിന്നെ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ഒരു ഇഷ്യൂ കാരണം ഫോട്ടോഗ്രാഫേഴ്സ് വിളിച്ചു, നീ കാരണം നമ്മുടെ കണ്ണിൽ പാറ്റിട്ടു. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അങ്ങനെ ഒരു ഷൂട്ട് വന്ന സമയത്ത് ഇത്രയും ഇത് വന്നില്ലേ? അപ്പൊ അവിടെ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അതിനുശേഷം ഭയങ്കര ഇത് വന്നു, ജാതി വർഗീയത ഭയങ്കരമായിട്ട്. അങ്ങനെ അറ്റാക്കുകളും, അതായത് സൈബർ അറ്റാക്കുകളും. സൈബർ അറ്റാക്ക് വന്നായിരുന്നു. അങ്ങനെ കോള് വന്നു, സൈബർ സെല്ലിൽ നിന്ന് കോള് വന്നു. സൈബർ സെല്ലിൽ നിന്ന് കോള് വന്നു. അങ്ങനെ ഇനി ഇതിനെടുത്തിടണോ? സൈബർ സെല്ലിൽ നിന്ന് കോള് വന്നിട്ട് ഇങ്ങനെ ആരോ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ ഇങ്ങനെ നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഞാനിത് എന്ത് തെറ്റാ ചെയ്തത്? തൊട്ട് മുന്നേ വിഷു ആയിരുന്നു, അതും അതേ ലൊക്കേഷനിൽ വെച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലില്ലാത്ത സംഭവം എന്താ ഇതിലുള്ളത്? നിങ്ങളൊന്ന് ജസ്റ്റ് വരണം, നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇല്ല, സൈബർ സെല്ലിൽ പോയില്ല. പിന്നെ സ്റ്റേഷനിൽ പോകേണ്ട വന്നു. പോയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ്, വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ട. അയ്യോ, അവരൊക്കെ നോർമലാണ്. അവർ ഇങ്ങനെ ഇട്ട് കാണുമായിരുന്നു അവർ ആ വീഡിയോ. ഇതെന്താ സംഭവം എന്നൊക്കെ അവർ ചോദിച്ചു. ഇതാണ് സംഭവം. അവർക്ക് ഇത് കാണുന്നവർക്കൊന്നും തോന്നുന്നില്ല. ജസ്റ്റ് കാണുമ്പോൾ നമ്മളത് പറയുമ്പോഴാണ് ചിലർക്ക് തോന്നുന്നത്. ചിലവർ പിന്നെ ഇതിന് വേണ്ടിയിരിക്കുന്നവർ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരിക്കലുമില്ല. അപ്പോൾ എന്തായാലും സുമി അങ്ങനെയൊക്കെ കുറേ 2-3 ഗോസിപ്പുകൾ വന്നിട്ടും സുമി പിടിച്ചു എന്നുള്ളതാണ് കാര്യം. അത്രയും ആൾക്കാരുടെ ഒരു എന്താണ് ഗൺഫയർ പോലെ കുറേ മെസ്സേജസ് വരുമ്പോഴും പിടിച്ചു എന്നുള്ളതാണ്. അപ്പം ടീച്ചർ കമൻസ് പിന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ പ്രൊഫൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. വീഡിയോയിൽ ഫുള്ളും കമൻസ് ആയിരുന്നു. തലേദിവസം നമ്മൾ ഒരു 5:30 എന്തോണ് അത് അപ്ലോഡ് ചെയ്യുന്നത്. പിറ്റേ ദിവസം മോർണിംഗ് ആയപ്പോൾ എൻ്റെ കൂടെ പെയറായിട്ട് ചെയ്ത വിഷ്ണു എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ്, അവൻ എന്നെ വിളിച്ചു, നീ കമൻ്റ് ഒന്ന് എടുത്ത് നോക്കിയേ, നമ്മുടെ കൈവിട്ട് പോകണം. കൈവിട്ട് പോകുന്നു എനിക്ക് മനസ്സിലായി. എനിക്ക് അപ്പോഴും മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താന്നുള്ളത്. അവനും പറഞ്ഞത് എന്താടി ഇങ്ങനെ, അവന് മനസ്സിലാവുന്നില്ല. പിന്നെ മെസ്സേജിന്റെ മേള, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. ഇനിയിപ്പോൾ ആ തീം ഒന്ന് പറഞ്ഞ് വ്യക്തമാക്കിയാൽ ആൾക്കാർ ഇനി അതിനെ ചെയ്യാൻ നിൽക്കണ്ടല്ലോ. തീം എന്ന് വെച്ചാൽ ഹിന്ദു മുസ്ലിം തമ്മിലുള്ള ഒരു കല്യാണമായിരുന്നു അവിടെ ഉദ്ദേശിച്ചത്. അതായിരുന്നു തീം. അത് തീമായിരുന്നു. പക്ഷെ അത് പക്ഷെ ആൾക്കാരിലേക്ക് അത് എത്തുന്നത് അങ്ങനെ ആയിരിക്കാം. പക്ഷെ സത്യത്തിൽ ഇതൊരു കലയാണ്. അത് ജസ്റ്റ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് അങ്ങാണ്ട ഒരു കമൻസിൽ വന്നിട്ടുണ്ട്, ബിഗിനി ഷൂട്ടിന് ആരോ വിളിച്ചിട്ട് അങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടാക്കി. അങ്ങനെ ബിഗിനി ഷൂട്ടിന് അങ്ങനെ പ്രശ്നം കമൻ, അതായത് സോഷ്യൽ മീഡിയയിൽ വന്നതാണ്. ഞാനത് സുമിയുടെ അടുത്ത് ചോദിക്കണം. അന്ന് ലാസ്റ്റ് നമ്മൾ ഒരു സ്കൂളിലെ ഒരു ഗസ്റ്റായിട്ടാണ് നമ്മൾ രണ്ടുപേരും പോയത്. ലാസ്റ്റ് അന്ന് ചോദിക്കണ ചോദിച്ചാൽ ഞാൻ മറന്നുപോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു അങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്ന് ഉണ്ടോന്ന് ഞാൻ ചോദിച്ചത്. ഫോട്ടോഷൂട്ട് ഭയങ്കര ഇഷ്ടമല്ലേ? ഫോട്ടോഷൂട്ട്, എക്സ്പോസിംഗ് ഷൂട്ടൊക്കെ ഒരുപാട് വരാറുണ്ട്. നമുക്ക് അത് താല്പര്യമില്ല. ഫാമിലി ആയിട്ടൊക്കെ ഇരിക്കുന്നത്. എന്റെ മോൻ വലുതായി. സുമിയുടെ മോനെ കുറിച്ചൊന്നും പറയണ്ട, കണ്ടു കഴിഞ്ഞാൽ അത് സന്തൂർ മമ്മിയാണ് അല്ലേ? കറക്റ്റ് അല്ലേ? സമ്മതിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടല്ലേ? അല്ല, എങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന സീരിയലിനകത്ത് ഇപ്പം നമ്മുടെ ടീച്ചർ അമ്മയിൽ ചെയ്യുന്ന ഇപ്പോൾ 3 സീരിയലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ലൊക്കേഷനിൽ ഓരോ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഓരോ ലൊക്കേഷൻ ചെല്ലുമ്പോഴും ആ കഥാപാത്രം എത്ര സമയം എടുക്കും? അങ്ങനെയൊന്നുമില്ല, ഭയങ്കര സമയം എടുക്കില്ല. മേക്കപ്പ് ഇട്ട കഥാപാത്രം ആയല്ലോ. പിന്നെ ആക്ഷൻ പറഞ്ഞ ഡയലോഗ് തരുമ്പോൾ പെട്ടെന്ന് നമ്മൾ നിറം മാറും. അങ്ങനെയൊന്നുമില്ല. അല്ല, അതിലോട്ട് ഇങ്ങനെ ആവണം, ഞാൻ ക്യാരക്ടർ ഇങ്ങനെ എടുക്കണം, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മൾ ആക്ഷൻ പറയുമ്പോൾ നമ്മൾ എന്താണ് സ്ക്രിപ്റ്റ് വായിക്കുക, എന്താണ് സീൻ എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ മതി. അതിൽ ഇമോഷണലായിട്ട് എന്തെങ്കിലും ഉണ്ടോ അത് നമ്മൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതൊന്ന് വായിച്ച് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് നമ്മളത് നോക്കണം. അല്ല നോർമൽ സീനിലൊക്കെ നമ്മൾ കഥാപാത്രം ഉൾക്കൊള്ളണം എന്നൊന്നും
എനിക്ക് തോന്നുന്നില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ സുമി ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്, പുറത്ത് ചെറിയ ചാറ്റൽ മഴ. സുമിക്ക് സീനായിക്കൊണ്ട് ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ടാണ് സുമിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഡ്രസ്സ് മാറിപ്പോയി അല്ലേ, അവിടെ ആയിപ്പോയി. അപ്പം എന്തായാലും സുമി വളരെ സന്തോഷമുണ്ട്. കാര്യം വേറെ ഒന്നുമല്ല, വീണ്ടും ഒരു ഇന്റർവ്യൂ എടുക്കാൻ സാധിച്ചു. അതിലൂടെ ഇപ്പം ഈ 2 കാര്യങ്ങൾ പിന്നെ എടുത്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇനി ഫോട്ടോഷൂട്ട് തീം എന്താണ് ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ലേറ്റസ്റ്റ് എന്താ, ഇപ്പൊ 2-3 ഷൂട്ടുകൾ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു സാരി ഷൂട്ടുകളാണ്. പിന്നെ എന്താണ് പ്ലാനിങ് ഉണ്ട്. എന്ത് ഷൂട്ടിൽ എന്തൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ ആഗ്രഹം? വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യണം. നമ്മൾ ചുമ്മാ നോർമൽ ഇപ്പം എല്ലാവരും സാരി എടുത്ത് കുറേ പേര് ചെയ്യുന്നുണ്ട്. ആർട്ടിസ്റ്റ് ആയവരും മോഡൽസുകളും അല്ലാത്തവരും നോർമൽ ആൾക്കാർ വരെ ചെയ്യുന്നുണ്ട്. എനിക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാനാണ് ഇഷ്ടം. ഒരു ഫ്ലൈയിങ് ഫോട്ടോഷൂട്ട് ചെയ്താൽ അയ്യോ, സീരിയസ്ലി സമയമാണ് പ്രശ്നം. ഇപ്പം എനിക്ക് സമയം കിട്ടുന്നില്ല. ഈ 3 വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഫോട്ടോഷൂട്ടിനുള്ള സമയം എനിക്ക് കിട്ടുന്നില്ല. മെസ്സേജുകളൊക്കെ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നുണ്ട്, ഒരു ഷൂട്ട് തരുമോ എന്ന് ചോദിച്ചിട്ട് വരുന്നുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് 3 ചെയ്യുന്നതുകൊണ്ടേ. ഇന്നലെ നമ്മൾ വാത്സല്യത്തിലായിരുന്നു. ഞാൻ എത്തിയപ്പോൾ തന്നെ 12 മണിയായി. വെളുപ്പിന് 5 മണിയപ്പോൾ ഇവിടുത്തെ വണ്ടി വന്നു. ഇവിടെ ഇപ്പോൾ വർക്കിലില്ല. കുറെ സമയമായിട്ട് അദ്ദേഹം വിളിച്ചോണ്ടിരിക്കുകയാണ് പോകാനായിട്ട്. എന്തായാലും കുറച്ച് സമയം അല്ലല്ല, പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. രഞ്ജിത്ത് അവിടെ വെയിറ്റ് ചെയ്യും. സോറി രഞ്ജിത്തേട്ടാ, ഇത് കഴിഞ്ഞ വീടുമാണ്. അപ്പം വൈൻഡപ്പിന് മുമ്പായിട്ടെ പ്രേക്ഷകരോട് മെമ്പറിന് എന്തോ പറയാനുള്ള? മെമ്പറുടെ പേര് പറഞ്ഞില്ല. മെമ്പർ അങ്ങനെ പറഞ്ഞു, സുമി. അല്ലല്ല, മെമ്പറുടെ പേര് പറഞ്ഞില്ല. പ്രീതയ്ക്ക് എന്താ പറയാനുള്ളത്? പ്രീത എന്താ എനിക്ക് പറയാനുള്ളത്, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെയും തന്ന സപ്പോർട്ട് നിങ്ങൾ ഇനി മുന്നോട്ടും എനിക്ക് സപ്പോർട്ട് തരണം. വേറെന്താ, തീർച്ചയായിട്ടും 3 സീരിയൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ അഹങ്കാരമൊന്നുമില്ല, നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ സന്തോഷം അല്ലേ? സുമിയുടെ ഫേസ് കൊണ്ട് എല്ലാവരും ഭയങ്കര പറയാം പാവ ആള്. അപ്പോൾ എന്തായാലും സുമി 3 സീരിയൽ നടക്കുന്നുണ്ട്. എല്ലാവരുടെ ഭാഗങ്ങളും നടക്കട്ടെ, നന്നായിട്ട് തന്നെ പോട്ടെ, എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.